orientalinsurance.org.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ ലോഗിൻ കൊടുക്കുക. ഏജൻറ്റ് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് സെലക്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഏജൻറ്റ് സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫ്രഷ് പോളിസി ചെയ്യാനായിട്ട് ബൈ പോളിസി കൊടുക്കുക. ഏതാണ് കാറ്റഗറി അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ 2 വീലറാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് വെഹിക്കിളാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഏജൻറ്റിൻ്റെ അവിടെ ഉണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മൾ വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്യുക. മിക്കവാറും മറ്റ് ഡീറ്റെയിൽസുകൾ ഓട്ടോ ഫെച്ച് ആയിട്ട് അതിനകത്ത് വന്നോളും. അപ്പോൾ അതിനുവേണ്ടി വെഹിക്കിൾ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ വെഹിക്കിൾ നമ്പർ കൊടുത്തപ്പോൾ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫെച്ച് ചെയ്തിട്ടുണ്ട്. വാലിഡ് പൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദ്യമുണ്ട്. അവിടെ യെസ് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. പ്രീവിയസ് ഇൻഷുറൻസ് ഡീറ്റെയിൽസും എക്സ്പയറി ആയ ഡേറ്റും അവിടെ കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ലാസ്റ്റ് ഇയറിൽ ഓണർഷിപ്പ് മാറിയിട്ടില്ല എങ്കിൽ നോ കൊടുക്കുക. കണ്ടിന്യൂ. തേർഡ് പാർട്ടി ആണോ പാക്കേജ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിലവിൽ വണ്ടിക്ക് തേർഡ് പാർട്ടി മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് തേർഡ് പാർട്ടി മാത്രമാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. ഫിനാൻസ് ഉണ്ടോ എന്ന ചോദ്യത്തിന് നോ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ തേർഡ് പാർട്ടിയുടെ പോളിസി പ്രീമിയം അവിടെ കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത പേജിൽ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്തെടുക്കാവുന്ന റൈഡറുകൾ കാണിക്കുന്നുണ്ട്. ഇത് പ്രധാനമായും പ്രൈവറ്റ് കാറുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മളൊന്നും സെലക്ട് ചെയ്യുന്നില്ല. കണ്ടിന്യൂ കൊടുക്കുന്നു. അടുത്ത പേജിലേക്ക് എത്തിയാൽ CPA കവർ ഓപ്റ്റ് ചെയ്യണമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇത് നിർബന്ധമായും സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്. യെസ് കൊടുക്കുക. നമ്മുടെ അറ്റാച്ച് ആയിരിക്കുന്ന ബ്രാഞ്ച് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രപ്പോസൽ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. CPAയും കൂടെ ചേർത്തിട്ടുള്ള പ്രീമിയവും അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു പ്രപ്പോസൽ നമ്പർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് സേവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ കൊടുക്കുക. അടുത്തത് KYC പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ കാർഡ്, ആധാർ കാർഡ് അല്ലെങ്കിൽ സെൻട്രൽ CKYC നമ്പർ ശേഖരിച്ച് വെക്കേണ്ടതുണ്ട്. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് KYC ഓക്കെ കൊടുത്തു. പ്രപ്പോസർ ഇൻഡിവിജ്വൽ ആണ്, അത് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ഡോക്യുമെൻ്റ് സബ്മിഷനാണ്, അത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അവിടെ നമ്മൾ പാൻ നമ്പർ രേഖപ്പെടുത്തേണ്ടതുണ്ട്. പാൻ നമ്പർ രേഖപ്പെടുത്തുക. പാൻ നമ്പറിനൊപ്പം പാൻ കാർഡും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോണിൽ സേവ് ആക്കിയിരിക്കുന്ന പാൻ കാർഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇവിടെ ഒരിക്കൽ കൂടി നമ്മുടെ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി പാൻ കാർഡ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഫോണിൽ സേവ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചോ പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുക്കാം. ഇവിടെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പാൻ കാർഡ് അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ പാൻ കാർഡ് ഫെച്ച് ചെയ്ത് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. ഇവിടെ RCയിൽ കാണിച്ചിരിക്കുന്ന പോലെ പെർമനൻ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഫോൺ നമ്പർ, ഇമെയിൽ, പെർമനൻ്റ് അഡ്രസ്സ് എന്നിവ യഥാവിധി കൊടുക്കുക. കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ നോമിനി ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സ്ഥലമാണ്. നോമിനിയുടെ പേര്, റിലേഷൻഷിപ്പ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ അവിടെ കൊടുക്കുക. കണ്ടിന്യൂ. ഇവിടെ നമുക്ക് നമ്മൾ കൊടുത്ത പ്രപ്പോസലിൻ്റെ ഒരു ഓവർ വ്യൂ കാണാവുന്നതാണ്. എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതുണ്ട്. കൺഫേം ബൈ നൗ സെലക്ട് ചെയ്യുക. ഇവിടെ കസ്റ്റമറുടെ മൊബൈലിലേക്കും ഇമെയിലിലേക്കും ഒരു OTP പോകുന്നുണ്ട്. അത് കളക്ട് ചെയ്ത് ഇവിടെ എൻ്റർ ചെയ്യുക. വെരിഫൈ കൊടുക്കുക. അടുത്ത പേജിൽ ബിൽ ഡെസ്കിൻ്റെ അവിടെ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ പേയ്മെൻറ്റ് കൺഫേം ചെയ്യുക. പേ നൗ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഏതും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ UPI സെലക്ട് ചെയ്തു, ഗൂഗിൾ പേ സെലക്ട് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിലുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷനകത്തേക്ക് പോകുന്നതാണ്.
പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകുന്ന മുറയ്ക്ക് നമുക്ക് മെയിൻ സ്ക്രീനിൽ പോളിസി ഡൗൺലോഡ് ചെയ്യാനും അതിൻ്റെ റെസിപ്റ്റും പ്രപ്പോസലും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഇവിടെ പോളിസി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കസ്റ്റമർക്ക് ഷെയർ ചെയ്യാനും അവസരമുണ്ട്. താങ്ക് യു.